സൗന്ദര്യമുണ്ടായിരുന്നു. വഴിയിൽ കുഴികൾ കുഴിച്ച് അതിനു മുകളിൽ മണ്ണും ഇലകളും ഇട്ട് ചലിക്കുന്നതായിരുന്നു അവരുടെ രീതി. ലക്ഷ്മണ രൂക്ഷമായപ്പോൾ സേനാപതി മൂന്ന് മിടുക്കരായ പടയാളികളെ വിളിച്ചു വരുത്തി. കേശു, രാമു, പപ്പൻ എന്നായിരുന്നു അവരുടെ പേരുകൾ. കൊള്ളക്കാർക്ക് ആളെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. കൊട്ടാരത്തിലെ ഏറ്റവും നല്ല കുതിരയെ കൊടുക്കൊണ്ടുപോകുള്ളൂ സേനാപതി അറിയിച്ചു. അത് കേട്ടൊരു രാമു കൊട്ടാരത്തിലെ ഏറ്റവും നല്ല കുതിരയെ ചാടിക്കേറി. പിന്നാലെ കേശു, എനിക്ക് എന്റെ കൂടുതൽ ഈ കുതിര തന്നെ പപ്പൻ പറഞ്ഞു. ഇതൊരു കുതിരനല്ലേ, അത് നല്ല പ്രായവുമായി. സേനാപതി പറഞ്ഞു, പ്രഭു സാരമില്ല, ഇക്കാലത്തിന് ഇവൻ മതി. മൂന്ന് പേരും യാത്രയായി. കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. പ്രഭു കൊള്ളക്കാരുടെ കണ്ടെത്താനായില്ല. പിന്നാലെ രാമു, പ്രഭു കൊള്ളക്കാരുടെ കണ്ടെത്താനായില്ല. എന്നിട്ടും പപ്പൻ വന്നില്ല. വീണ്ടും കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. പപ്പൻ തിരിച്ചെത്തി. പ്രഭു കൊള്ളക്കാരുടെ താളം ഞാൻ കണ്ടെത്തി. നീയോ എങ്ങനെ? പ്രഭു ഇവൻ എങ്ങനെയാണെന്നറിയുമോ? പണ്ട് ഇവൻ കൊള്ളക്കാരുടെ ചതിക്കുള്ളിൽ അകപ്പെട്ടു. പിന്നെ ഇവൻ സൂക്ഷിച്ച് നടക്കുകയുള്ളൂ. ഇവന് കൊള്ളക്കാരുടെ ചതിക്കുള്ളിൽ പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെയാണ് പ്രഭു ഞങ്ങൾ കൊള്ളക്കാരുടെ താളം കണ്ടെത്തിയത്. അത് കേട്ടതും സേനാപതി വലിയ പടയെ പപ്പന്റെ കൂടെ അയച്ചു. അങ്ങനെ അവർ കൊള്ളക്കാരെ പിടികൂടി. കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് അറിയുമോ? കാര്യം അറിയാതെ ആരെയും കളിക്കരുത്. നമസ്കാരം.